ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കിതാബിൽ നമ്മളോട് പറഞ്ഞു, തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും നേരെയായതിലേക്ക് വഴി നയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിനെ കുറിച്ചിട്ടാലോചിച്ചാൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അതിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ, ഏറ്റവും നല്ല വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തന്നത്, പഠിപ്പിച്ചു തന്നത് നമുക്കൊരുപാട് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് എണ്ണിയാൽ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. കഴിഞ്ഞ ഖുത്ബയിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ കിതാബ് അത് പഠിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിനെ ഒന്ന് നോക്കിയാൽ, ഒരു ക്ലിക്ക് ചെയ്താൽ, ഒരു ബട്ടൺ അമർത്തിയാൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ ആശയങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്, നമുക്കിന്ന് ലഭിക്കും. പക്ഷേ അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. ആരൊക്കെയോ എന്തൊക്കെയോ തോന്നിയത് എഴുതിയ സ്റ്റാറ്റസുകൾ വായിക്കാൻ നമുക്ക് സമയമുണ്ട്. ആരൊക്കെയോ എടുത്ത ഫോട്ടോകൾ അവരുടെ സ്റ്റാറ്റസുകളാക്കി വെച്ചത് കാണാൻ നമുക്ക് സമയങ്ങളുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെയോ അവരുടെ തലയിൽ തോന്നിയ അഭിപ്രായങ്ങൾ പറയുവാൻ വേണ്ടി യൂട്യൂബിൽ ചാനൽ തുടങ്ങിയതിന്റെ മുഴുവൻ വീഡിയോകളും കാണാൻ നമുക്ക് സമയമുണ്ട്. പക്ഷെ റബ്ബുൽ ആലമീൻ സുബ്ഹാനഹു വ തആല അവൻ ലോകത്തെ മുഴുവൻ മനുഷ്യരോടും അവർക്ക് നന്മക്ക് വേണ്ടി ഇറക്കിയ ഖുർആനിനെ വായിക്കാൻ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ, അതിന്റെ അർത്ഥം പഠിക്കാൻ, ആരൊക്കെയോ എഴുതിയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിന്റെ ആശയം മനസ്സിലാക്കാൻ ഡിക്ഷണറികൾ പരതാൻ നമ്മൾ തയ്യാറാണ്. അന്വേഷിക്കാൻ, പഠിക്കാൻ ഇംഗ്ലീഷ് പറയണം. അതുപോലെ തന്നെ മറ്റു ഭാഷകൾ മനസ്സിലാക്കണം. എങ്കിലേ ആ ഭാഷയിൽ അവർ പറഞ്ഞത് മനസ്സിലാകൂ എന്ന അർത്ഥത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനും പഠിക്കാനും കഷ്ടപ്പെടാനും ആളുകൾ തയ്യാറാണ്. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അറബി പഠിക്കണം, അതല്ലെങ്കിൽ അറബി പഠിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ വാക്കിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ വിശ്വാസയോഗ്യമായ ഏതെങ്കിലും ട്രാൻസ്ലേഷനുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, സഹോദരങ്ങളെ, നമ്മളുടെ അവസ്ഥ നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ അത് നമ്മൾ ഉറ്റാലോചിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അതിൽ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അതിൽ നമുക്കൊരിക്കലും ഒരു മനുഷ്യന്റെ വായിൽ നിന്ന് കേൾക്കാൻ കഴിയാത്ത വാക്കുകൾ കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു മനുഷ്യനും ഒരിക്കലും ക്രോഡീകരിക്കാൻ കഴിയാത്തത്ര വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ ഒരുമിപ്പിച്ചതായി നമുക്ക് ആ ഖുർആനിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. രാഷ്ട്രീയ തലവന് രാഷ്ട്രത്തലവന്റെ രാഷ്ട്രീയവും, കുടുംബനാഥന്റെ കുടുംബ മര്യാദകളും, അതുപോലെ തന്നെ മകന്റെ മാതാപിതാക്കളോടുള്ള കടമകളും, മാതാപിതാക്കൾക്ക് മകനോടുള്ള കടമകളും എന്നു വേണ്ട ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനായിക്കൊണ്ട് ജനിക്കുകയും അങ്ങനെ അവസാനിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യൻ തന്റെ ഒന്നാം ദിവസം മുതൽ അവസാന ദിവസം വരെ എങ്ങനെ ജീവിക്കണമെന്ന വ്യത്യസ്ത തലങ്ങൾ ഒരു ജൂതൻ ചോദിച്ചതുപോലെ നിങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടോയ്ലറ്റിൽ പോകേണ്ട മര്യാദ പോലും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതേ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിനെ സത്യപ്പെടുത്തുമാറ്, സഹോദരങ്ങളെ, ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും അത്ഭുതങ്ങളുണ്ട്. ലോകത്ത് മറ്റൊരു മനുഷ്യനും ഇത്തരം സുന്നത്തുകൾ പഠിപ്പിക്കാനാകില്ല. ഒരു മനുഷ്യനും, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ, ഒരു മനുഷ്യനും ഇങ്ങനെ ഒരു കിതാബ് അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ലോകത്തിന്റെ റബ്ബിന് മാത്രമേ ഇങ്ങനെ ഒരു കിതാബ് പഠിപ്പിച്ചു തരാൻ, ഇറക്കിത്തരാൻ സാധിക്കുകയുള്ളൂ.